യുക്രൈനിൽ റഷ്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി അഖിൽ ജോയിന്റെ വീട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ചു. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ളതുൾപ്പെടെയുള്ള മുഴുവൻ സംസ്കാര ചെലവുകളും സർക്കാർ തന്നെ വഹിക്കുമെന്ന് കളക്ടർ വ്യക്തമാക്കി. ഭീമ ജ്വല്ലറി, പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്. ഇന്നത്തെ ദിവസം MEN ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അഖിൽ ജോയിന്റെ മരണം കൺഫേം ചെയ്തുകൊണ്ടുള്ള മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന് എത്രയും വേഗം വീട്ടിലോട്ട് എത്തിക്കാന്നുള്ളതാണ്, ബോഡി എത്തിക്കാന്നുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത്. ഇപ്പൊ സംസ്ഥാന സർക്കാർ നോർക്കയും എംബസിയായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നടപടികൾ നടന്നു വരുന്നുണ്ട്. എത്രയും വേഗം ബോഡി എത്തിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നുണ്ട്. എത്ര വേഗം വാറുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കി കുറച്ച് പ്രൊസീജിയേഴ്സ് അവിടെ ചെയ്യാറുണ്ട്. സാധാരണഗതിയിൽ 2 ആഴ്ചയാണ് എടുക്കാറുള്ളതെന്നാണ് MEN അറിയിച്ചിട്ടുള്ളത്. പക്ഷെ അതിനേക്കാളും മുന്നേ തന്നെ എത്രയും വേഗം എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ബോഡി ഇവിടെ എത്തിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും സർക്കാർ തന്നെ ചെയ്യും. ഇപ്പം കറക്റ്റ് ഡീറ്റെയിൽസ് അറിഞ്ഞിട്ടില്ല. അപ്പൊ ഫുള്ളായിട്ട് വീട് വരെ ഫ്ലൈറ്റ് വഴി ബോഡി എത്തിച്ചിട്ട് ആംബുലൻസിൽ തന്നെ വീട്ടിലോട്ട് എത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഗവൺമെന്റ് തന്നെ ചെയ്യും. എക്സ്പെൻസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സർക്കാർ തന്നെ അതിൽ ചെയ്യും. നോർക്ക ഡിപ്പാർട്ട്മെന്റും എംബസിയുമായിട്ടും എല്ലാവരുമായിട്ടും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. എത്രയും വേഗം ഇതിന്റെ കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളും ജില്ലാ ഭരണകൂടം അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. കിട്ടുന്ന ഇൻഫർമേഷൻസ് എത്രയും വേഗം തന്നെ ഫാമിലിക്ക് കൊടുക്കാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രാലയവും നോർക്കയുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് അഖിലിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ഇടപെടലുകൾ നടത്തുമെന്നും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ളതുൾപ്പെടെയുള്ള മുഴുവൻ സംസ്കാര ചെലവുകളും സർക്കാർ തന്നെ വഹിക്കുമെന്നും വിമാനമാർഗം മൃതദേഹം നാട്ടിലെത്തിക്കുമെന്നും കളക്ടർ പറഞ്ഞു. യുദ്ധത്തിനിടയിലുള്ള മരണമായതുകൊണ്ട് ചില സാങ്കേതിക താമസങ്ങളുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന മുഴുവൻ വിവരങ്ങളും കുടുംബവുമായി കൈമാറുമെന്നും കളക്ടർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, വെള്ളരിക്കുണ്ട്.